21st ഫെബ്രുവരി ഇത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് അൻസിബ രാജിവെച്ചത്. അതാണ്. പക്ഷേ ആ മെയിൽ ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 22nd ജനറൽ സെക്രട്ടറി എന്താ പറയുക ജനറൽ ബോഡി വരെ മാറി മറ്റേ റെസിഗ്നേഷൻ കൊടുക്കരുത്, മറ്റേ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് മാറ്റിവെച്ചത്. പിന്നെ May 12th നമ്മളുടെ EC മീറ്റിങ്ങിലാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു രാജിക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവരും മുമ്പിൽ. അപ്പോൾ അവർ പറഞ്ഞു പേഴ്സണലും പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അവരൊരു EC മെമ്പറാണ്, അവർക്ക് അറിയാം ദാറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അമ്മയിൽ പറയാം, അല്ല ജനറൽ ബോഡി, നമ്മുടെ ഏറ്റവും വലിയ കോടതി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ഒരു വെൽഫെയർ നടത്തുന്ന സമയത്ത്, ഐ ക്യാമ്പ് നടത്തുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി നമ്മളിവിടെ നമ്മുടെ മെമ്പേഴ്സ് വന്നപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് ദാറ്റ് ഇങ്ങനത്തെ ഒരു അൻസിബ പോയത്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ജാനുവരിയിൽ ഞാൻ ഇപ്പോൾ അവർ അൻസിബേൻ്റെ എല്ലാം മെയിൽസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിൻ്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിൻ്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്, ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടിനി ചേട്ടൻ്റെ അല്ല, May 12th അവർ ആ കുട്ടി വന്നിട്ടില്ല. May 2nd ആ കുട്ടി വന്നത് March 2 ലാസ്റ്റ് EC മീറ്റിംഗ് March 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ അത്തരത്തിൽ ടിനി ടോമിനെതിരെ ഒരു ആരോപണവും അൻസിബ ഉന്നയിച്ചിട്ടില്ല. നമ്മളുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്, പിന്നെ ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലയിൻ്റ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഇഷ്യൂ, നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലയിൻറ്റ് വേറെ എന്തോ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിൻ്റെ കൂടെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. ഈ രണ്ടുപേരും EC മെമ്പർമാരാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തത്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത്, നിങ്ങൾ വഴി. ഇല്ല, 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. ദാറ്റ് 1:30 മണിക്കാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലിൽ അമ്മയുടെ. അത് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്, 2 മണിക്ക് ഷാർപ്പ്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അമ്മയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. യെസ്, അത് 2 മണിക്ക് അതിനുശേഷമാണ് ഈ മെയിൽ വരുന്നത്. യെസ്,
2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അമ്മ എന്താണ് ഇത് അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വെരി സാഡ് തിങ് ഈസ് ഈ EC-യിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബൈലോൻ്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേൻ്റെ ഓരോ കാര്യങ്ങളും അമ്മേൻ്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് മീഡിയ. നേരത്തെ പറഞ്ഞല്ലോ ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല എന്താണ് അമ്മ അല്ല അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോൾ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിൻ്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേൻ്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ചകളിൽ ബാക്കിയുണ്ട്. ഈ അൻസിബ പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് ഈ പല കാര്യങ്ങളും ഈ സിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ ഭയങ്കര അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാർ? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബൻ്റെ സ്വന്തം നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? ഹസൻ ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ശ്വേതാമൻ. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. ശ്വേതയെ വിളിച്ച് പറഞ്ഞിരുന്നു, വാക്കാൽ പരാതി അറിയിച്ചിരുന്നു എന്നായിരുന്നു അൻസിബ പറഞ്ഞത്. പക്ഷേ ആ വാദത്തെയും പൂർണ്ണമായും തള്ളുകയാണ് ശ്വേത.